വെൽക്കം ബാക്ക് ടു മലേഷ്യ ഡേ 3. അപ്പോൾ ഇന്ന് നമ്മൾ കിങ് പാലസിലാണ് കേട്ടോ ഉള്ളത്. ഡേ 3 നമ്മൾ ഫസ്റ്റ് വന്നേക്കുന്ന സ്ഥലം കിങ് പാലസ് ആണ്. ഇവിടെ ഒരു 20 മിനിറ്റ്സ് സ്പെൻഡ് ചെയ്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോകുന്നത്. ഇതിന്റെ ഉള്ളിൽ കയറാൻ പറ്റത്തില്ല എന്നാ പറഞ്ഞത്. പാലസ് കാണിച്ചു തരാം. എൻട്രി കാണാം, ഒരു പാലസിന്റെ ഒരു ഇതും കാണാം, അത്രേ ഉള്ളൂ. നല്ല വെയിലുണ്ട്. ആണ് ഇതിന്റെ എൻട്രൻസ് വരുന്നത്. ഒരു വലിയൊരു എൻട്രൻസ് കേട്ടോ. ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ടാ നിൽക്കും കുതിര, കേട്ടിട്ടില്ലേ? ശരിയാണെ അറ്റാക്ക് ചെയ്യുന്നതാണ് കുതിര. ഇത് ഇവിടെ അവിടെ ഒന്നും പോകത്തില്ലടി. പാലസിൽ തോട്ടപ്പണിക്കാരൊക്കെ അവിടെ നിന്ന് വൃത്തിയാക്കുന്നുണ്ടോ നിങ്ങൾക്ക് കാണാമോ എന്ന് അറിഞ്ഞൂടാ. കുറെ വണ്ടിയൊക്കെ കിടപ്പുണ്ട്, നമുക്ക് എൻട്രി ചെയ്യുന്നില്ല. എന്തായാലും ഈ വെയിലത്ത് അധികം നേരം നിൽക്കാതെ പോവാം. ഇത് ഫുൾ ഇങ്ങനെ ബാരിക്കേഡ്സ് ആണ് കേട്ടോ. ഇവിടെ വണ്ടി പോകുന്ന സമയത്ത് ഈ സാധനം ഇങ്ങനെ താന്ന് പോയിട്ട് ഗേറ്റ് ഓപ്പൺ ആകുമ്പോൾ വണ്ടി ഇതിലേക്ക് പോകാൻ പറ്റും. അങ്ങോട്ട് ചെല്ല്. ഇത് സെൻസറാണ് കേട്ടോ. ഇത് മാറുമ്പോഴത്തേന് ഈ ബാരിക്കേഡ് താന്നിട്ട് നമുക്ക് അകത്ത് പോകാൻ പറ്റും. സംസാരിക്കാൻ സമ്മതിക്കില്ല കേട്ടോ എന്നെ. നമ്മൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് ഇറങ്ങി കേട്ടോ. ഇത് നമ്മുടെ നാഷണൽ മോണുമെന്റ്സിലാണ് പോകുന്നത്. അവിടെ ഈ സോൾജേഴ്സിന്റെ സ്റ്റാച്ചു ഒക്കെയാണ് കേട്ടോ കാണാനുള്ളത്. അവിടെ പോയി ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ പറ്റും, അതൊക്കെ ഒന്ന് കാണാൻ പറ്റും. കുറച്ച് സമയം നമുക്കിത് സിറ്റി ടൂറാണ്. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. 5 പ്ലേസസ് അങ്ങനെയുണ്ട്. ഇപ്പം കിങ് പാലസ് കഴിഞ്ഞു, ഇനി 4 ഉണ്ട്. അത് കഴിഞ്ഞിട്ട് KL ടവർ, അവിടുത്തെ എൻട്രി. ഓക്കെ, ഇതാണ് കേട്ടോ സാധനം. മലേഷ്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ട് മരിച്ചവരെ അനുസ്മരിക്കുന്ന ഒരു സ്മാരകമാണ് കേട്ടോ ഇത്. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് മലേഷ്യൻ പാർലമെൻറ്റ് ഹൗസ് വരുന്നത്. സിമ്പിൾസും ഇതൊക്കെ വെച്ചിട്ടുണ്ട്, എന്താണെന്ന് അറിയില്ല. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയതാ നേരെ ട്വിൻ ടവറിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ 3ാമത്തെ ഡെസ്റ്റിനേഷൻ. ഇവിടെ എത്തിയപ്പോൾ നല്ല ഉച്ച സമയമാണ്, നേരെ നോക്കാൻ പോലും പറ്റുന്നില്ല മുകളിലോട്ടൊന്നും. ഇവിടെ സത്യത്തിൽ രാത്രിയാണ് കേട്ടോ വരേണ്ടത്, എന്നാൽ ഈ ബിൽഡിങ്ങിൻ്റെ യഥാർത്ഥ ഭംഗി നമുക്ക് കാണാൻ പറ്റൂ. ഇങ്ങനെ ഫോട്ടോ എടുത്ത് തരാനൊക്കെ ഇവിടെ ആളുകളുണ്ട്. ഐഫോണിലാണ് അവർ ഫോട്ടോ എടുക്കുന്നത്, പക്ഷേ നമ്മുടെ നിന്ന് 10 റിംഗറ്റ് വെച്ച് അവരൊരു ഫോട്ടോയ്ക്ക് വാങ്ങും. പോകുന്ന വഴിക്ക് വെള്ളം ദാഹിച്ചാൽ ഇതേപോലെ നമുക്ക് വെള്ളം എടുക്കാം. ഒരു കുഞ്ഞു കുപ്പിക്ക് 1 റിംഗറ്റ് നമ്മൾ കൊടുക്കണം. വെള്ളം ഈസ് വെരി എക്സ്പെൻസീവ്. അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷൻ ചോക്ലേറ്റ് ഫാക്ടറി ആയിരുന്നു കേട്ടോ. നമുക്കൊരു വിസിറ്റർ കാർഡൊക്കെ തരും, അതൊക്കെ ഇട്ടിട്ട് വേണം നമ്മൾ ഉള്ളിലോട്ട് കയറാനായിട്ട്. ഇവരുടെ ചോക്ലേറ്റ് 100% വെജിറ്റേറിയൻ ആണെന്നാണ് കേട്ടോ പറയുന്നത്. നമുക്കൊരു സാമ്പിളൊക്കെ തരും, വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും തരും കഴിച്ചു നോക്കാനൊക്കെ ആയിട്ട്. ഉള്ളിൽ ആൽമണ്ട്സ് ഒക്കെ വെച്ചിട്ടുണ്ടേ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത് കഴിക്കാൻ. അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷൻ KL ടവർ ആണ്. ഇവിടെ നമുക്ക് എൻട്രി ഉണ്ട്. KL ടവറിൽ എത്തിയിട്ടുണ്ട്. ഇതിലെയാണ് എൻട്രൻസ്. ബാക്കി ടിക്കറ്റ് ഒക്കെ അകത്ത് കാണിച്ചാൽ പറഞ്ഞാൽ നോക്കാം. നമ്മൾ ടിക്കറ്റ് ഇവിടെ സ്കാൻ ചെയ്തിട്ട് വേണം അകത്തോട്ട് പോകാൻ. ഇന്ത്യയിലൊക്കെ കിടിലാണ് കേട്ടോ സംഭവം. ഇവിടെ നമ്മളിപ്പോൾ ഇത്തിരി മുന്നേ പോയ പല സ്ഥലങ്ങളും നമുക്ക് കാണാൻ പറ്റും. സൈഡിൽ തന്നെ നമ്മുടെ ട്വിൻ ടവർ ഉണ്ട്. അവിടെയും കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നത്.
ഇതൊക്കെ ഓരോ സ്ഥലത്തുള്ള ഓരോ ടവറുകളുടെ ഹൈറ്റ് ആണ് കേട്ടോ എഴുതി വെച്ചേക്കുന്നത്. നമ്മൾ കുറച്ച് മുന്നേ പോയ പാലസ് ഒക്കെ ഇതങ്ങ് ദൂരെ കാണാൻ, അത് ദൂരെ സൂം ചെയ്ത് നോക്കാം. ഇതോ അങ്ങ് ദൂരെ ഒരു പൂളുണ്ട്, അവിടെ കുറെ സായിപ്പും അതാമയൊക്കെ കുളിച്ചോണ്ടിരിക്കുകയാണ്. ാണ് നോക്കുന്നത്. അടുക്കി പറക്കി വെച്ചില്ലെങ്കിൽ വരില്ല. എനിക്കില്ല. ഇതൊരു പ്രശ്നമല്ല. പിന്നെ താവട്ടില് എന്തൊരു OCD എന്ന് പറഞ്ഞാൽ അതല്ല. OCD is different. This is അടുക്കി പറക്കൽ, അത്രയേ ഉള്ളൂ. ഞാൻ വിളിച്ചേക്കാം. നമ്മളിനി ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. ഇതിന്റെ മുകളിലോട്ട് ഇനിയുണ്ട്. അതിന് ഒരാൾക്ക് 150 റിംഗറ്റ് കൊണ്ട് കൊടുക്കണം മുകളിൽ പോയി വ്യൂ കാണണമെങ്കിൽ. നമുക്ക് ഇത്ര വ്യൂ മതി നമ്മൾ വിചാരിച്ചു. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നു. ഇനി ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ റൂമിൽ പോകും. വേറെ പരിപാടികളൊന്നും ഇല്ല. ഇനി നൈറ്റ് പുറത്തോട്ട് ഇറങ്ങാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് 200 മീറ്റർ ഹൈറ്റിൽ. ഈ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും ടോപ്പിൽ പോകണമെങ്കിൽ 400 ഹൈറ്റാണ് ഉണ്ട്. അവിടെ പോകാനാണ് അത്രയും പൈസ. അവിടെ നിന്ന് ഇവിടുത്തെ സിറ്റി വ്യൂ അടിപൊളിയായിരിക്കും. ഇവിടെ നിന്ന് തന്നെ നല്ല രസമുണ്ട്. അപ്പോൾ അവിടെ എന്തായാലും സൂപ്പറായിരിക്കും. നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. ഇതാണ് ഈ KL ടവറിന്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. കൊള്ളാം. ഇത് നമ്മളെ ടർഫ് പോലെ ഉണ്ട് കേട്ടോ. ഹൈറ്റിലാണ് നിൽക്കുന്നത് കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന കണക്ക് കാണുന്ന പോലെയല്ല. കറക്റ്റ് ഇതിനകത്ത് നിന്നാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഹൈറ്റ് ഉള്ളത്. നേരത്തെ കയറി ആ ബിൽഡിംഗ് ഒക്കെ നോക്കുമ്പോൾ വളരെ ചെറുതായിട്ടാണ് കണ്ടേ. അങ്ങനെ മേലിൽ നിന്ന് നോക്കിയപ്പോഴത്തേനും എൻ്റെ ചെവി അടച്ചിരിക്കുന്നു. ഇവരിവിടെ ഫുഡ് വാങ്ങിക്കാനായിട്ട് നോക്കിയാണ്. അത് കൊള്ളാം കേട്ടോ. അത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ സാധനമാണ്. ഇപ്പം നമ്മൾ KL ടവറൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ഇന്ന് നോർത്ത് ഇന്ത്യൻ ഫുഡായിരുന്നു. അടിപൊളി റെസ്റ്റോറൻ്റ് ആയിരുന്നു. നല്ല റേറ്റ് ഇന്നലെ വയറിന് നല്ലത് കഴിക്കാൻ കൊണ്ട് അതാ ഉൾപ്പെടെ ഒന്നാണ് റോസ്റ്റഡ് കഴിച്ച് പണി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്നും ഓക്കെ നൈസായിരുന്നു. എന്നിട്ട് നമ്മളിപ്പോൾ കഴിച്ചിട്ട് ടാക്സി വിളിച്ചിട്ട് നേരെ റൂമിലോട്ട് പോകും. ഇന്നത്തെ ഉള്ള പരിപാടി. വൈകുന്നേരം നമ്മൾ ജസ്റ്റ് കറക്കാൻ പുറത്ത് പോകാൻ പ്ലാനുണ്ട്. നമ്മൾ നൈറ്റ് സ്ട്രീറ്റിലോട്ട് പോകാനായിട്ട് ഇറങ്ങിയതാണേ. അപ്പോൾ പോകുന്ന വഴിക്കൊരു ടോയ് ഷോപ്പ് കണ്ട്. ടോയ് ഷോപ്പ് കണ്ടാൽ പിന്നെ അപ്പോഴേ അതിൽ കയറും. ഇങ്ങനത്തെ കാറിൻ്റെയൊക്കെ കളക്ഷൻ വേണമെന്നാണ് സായിൻ്റെ വലിയ ആഗ്രഹം. എങ്ങനെയുണ്ട്? ടപ്പിയോക്കാട ഇതില്ലേ, അതാണ് അവരിടുന്നത്. What are you eating? What is this? ചോക്ലേറ്റ് ക്രോസന്റ്. Croissant or croissant? KL ടവർ. ഇതിലാണ് നമ്മൾ ഇന്ന് രാവിലെ പോയത്. എന്തൊരു ഹൈറ്റിലാണ്. എവിടെ നിന്നാലും ഇത് കാണാം. Jangan salahkan faham ku kini.
ഗായ്സ് നമ്മളിന്ന് സ്ട്രീറ്റിലോട്ട് തന്നെ പോവുകയാണ്. നമ്മൾ വന്നപ്പോഴേ വിചാരിക്കുമായിരുന്നു ഒക്ടോപ്പസ് ഒക്കെ ട്രൈ ചെയ്യണമെന്ന്, പക്ഷേ ഇതുവരെ പറ്റിയിട്ടില്ല. ഇനി നാളെ നമ്മൾ ആ സ്ട്രീറ്റിലോട്ടൊന്നും പോകത്തില്ല, നാളെ നമ്മൾ തിരിച്ച് പോകും നാട്ടിലോട്ട്. അപ്പോൾ ഇന്ന് പോയിട്ട് ഒക്ടോപ്പസും കുറച്ച് ഫുഡും ഒക്കെ ട്രൈ ചെയ്യാൻ പോവുകയാണ്. നമുക്ക് അവിടെ പോയിട്ട് കാണാം. Do makan mayo. പിന്നെ ഇത് നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറേ കാര്യങ്ങൾ. ചൂടാണ്. മസാല സ്വീറ്റാണ്. നമ്മൾ 2 ദിവസം പെൻഡിങ്ങിൽ വെച്ചൊരു സാധനമായിരുന്നു, പക്ഷേ സൂപ്പർ സാധനം. നമ്മളെ കണവയൊക്കെ തിന്നുന്ന പോലെ തന്നെ, പക്ഷെ ഇവരെ മസാലയും ഇതും കൂടെ ആകുമ്പോൾ അടിപൊളി. ചെറിയൊരു മധുരമൊക്കെ ഉണ്ട് അതില്. ഇവിടെ പിന്നെ എല്ലാത്തിലും മധുരമുണ്ട്. പക്ഷേ ഈ മധുരം എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മളെ അന്ന് തിന്ന ചിക്കന്റെ അതേ സെയിം മധുരം പോലെ. ചിലപ്പോൾ ഒരു ഓവർ ആയിരിക്കും അല്ലേ എരിവ്. തവളയൊന്നും തന്നെ എനിക്ക് പറ്റൂല ഛർദ്ദിക്കുന്നത്. ഉണ്ട് തവള, ഞാൻ കണ്ട്. വേറെന്തെങ്കിലും ഒന്നും അപ്പൊ നമ്മള് മറ്റേ എന്താണ് നമ്മൾ കഴിച്ചതിന്റെ പേര് തന്നെ ഒക്ടോപ്പസ്. പെട്ടെന്ന് പേര് വായിലൊന്നുമില്ല. ഒക്ടോപ്പസ് ട്രൈ ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴത്തേനും ഇവിടെ മറ്റേ ഓയിസ്റ്റർ ഉണ്ട്. ഓയിസ്റ്റർ കുക്ക് ചെയ്തതാണ്, പക്ഷെ മിസ്റ്റർ ബീനിൻ്റെ അത് കണ്ടപ്പോൾ തൊട്ടുള്ള ഒരു ആഗ്രഹമുണ്ട് ഈ സാധനം ട്രൈ ചെയ്യണമെന്ന്. അറിഞ്ഞൂടെ എങ്ങനെയാണെന്ന് തിന്നു നോക്കാം. അതേപോലെ ബീഫ് ഗ്രില്ല് ചെയ്തത് വാങ്ങിച്ചിട്ടുണ്ട്. ബീഫ് കണ്ടിട്ട് നല്ല കിടില സാധനമാണ് തോന്നുന്നു. ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയാം. ഇത് ഫുള്ള് വെളുത്തുള്ളിയാണ്, ചൂടാണ്. മിക്സ് ചെയ്തിട്ട് ആയിരം മൊത്തത്തിൽ കഴിക്കാനുള്ളതാണ്. പറ്റുന്നുള്ളൂ. ചൂടാണോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഞാൻ തിന്നും. ഇത്ര മസാലയുടെ ആവശ്യത്തിലില്ല. ഇതിന്റെ റോ ടേസ്റ്റ് അറിയാം എങ്ങനെയാണ്. എങ്ങനെയുണ്ട് എന്നെ കൊണ്ട് പരീക്ഷിപ്പിച്ചിട്ട് ഞാൻ കഴിക്കൂ. എന്നെ കൊണ്ട് കൊള്ളൂലേ സാധ്യത. ഇതിന് ചെറിയൊരു കയ്പുണ്ട്, പക്ഷേ ആ കയ്പ് ഞാൻ എവിടെ തിന്നിട്ടുണ്ട്. ഈ നമ്മളെ പരുവൊക്കെ നിന്നുമ്പോൾ ഉള്ളൊരു കയ്പുണ്ട്. കക്ക അത് തിന്നുമ്പോൾ ചെറിയ കയ്പുണ്ട്. പക്ഷേ അവർ ഈ മൊത്തം ഒരു വെളുത്തുള്ളി ചതച്ചരച്ച വെച്ചിരിക്കും. ടേസ്റ്റ് ഉണ്ടായപ്പോൾ കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. അടുത്ത ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. ഞാൻ നല്ല മീറ്റ് എടുത്ത് വെച്ച് ഇങ്ങനെ ഇടാം. ഞാൻ തരട്ടെ. അങ്ങനെ ഇടാം, അതാണല്ലേ. അപ്പൊ ഒരു സുഖം കിട്ടും. അതിൽ സാധനം ഉണ്ടല്ലോ, മീറ്റ് ഉണ്ടല്ലോ. അല്ലെങ്കിൽ അതിൽ നിന്ന് കുറച്ച് മീറ്റ് വാങ്ങിച്ചാൽ കിട്ടാം. മറ്റേ കുത്തിലില്ല, വെളുത്തുള്ളിയുടെ കുത്തിലില്ല. ഇല്ല, ഭയങ്കര കുത്തില്ല. തിന്നോ, ധൈര്യം തിന്നോ. അല്ലേ, ചെറിയൊരു സാധനം ഇല്ലേ. ഞാൻ കഴിക്കട്ടാ. ചെറിയൊരു കുത്തില്ല. ഇത് മീറ്റ് കുറവായിരുന്നു. മീറ്റ് കുറവായിരുന്നു. മീറ്റ് മീറ്റ് എടുത്ത് തിന്നാണ്. മീറ്റ് മാത്രമേ തിന്നാണ്. ഞാൻ തിന്നു. മീറ്റ് കൊള്ളാം. ചെറിയൊരു കയ്പുണ്ട്. അതാ മറ്റേ പരുവിന്റെ കയ്പല്ലേ. നിനക്ക് പരു തിന്നണ കയ്പ്. പിന്നെ സാധനം അങ്ങനെ ഞങ്ങൾ തിന്നണ്ട, അടിച്ചു പോകും. വീട്ടിൽ കൊണ്ടുപോയി കഴുകി വൃത്തിയാക്കി തരാം പറമാർ. ഇതെങ്ങനെ ഒരു വൃത്തിയാക്കാൻ അറിയും. സ്റ്റീം ചെയ്യും. സ്റ്റീം ചെയ്യുമ്പോൾ അതിനെല്ലാം പറഞ്ഞു തരും. അങ്ങനെയാണ് മീനാണ്. ബീഫ് ട്രൈ ചെയ്യണം. അൽഫാമിന്റെ മസാല ഇഷ്ടപ്പെടും.
നമ്മുടെ ബീഫ് തന്നെ. അല്ല നമ്മുടെ മറ്റേ അൽഫാമിന്റെ മസാല അല്ലേ ഇത്? അതിനല്ലേ നമ്മൾ ട്രൈ ചെയ്തു. നമ്മളെ ബീഫായിരുന്നെങ്കിൽ അടിപൊളി. ഇത് നോക്കൂ. നല്ല രസമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ആദ്യമായിട്ട് അങ്ങനെ കണ്ടു മധുരം ഇല്ലാത്തൊരു സാധനം കിട്ടിയേട്ടാ. അടിപൊളി. ഇത് പക്ക ബീഫ്, നമ്മളിലൊക്കെ കിട്ടുന്ന അടക്കത്തെ ബീഫ്. അടിപൊളി സാധനം. വേണ്ട ലാമ്പുണ്ട് പറഞ്ഞാ. സൂപ്പർ. അടിപൊളി. ഭയങ്കര ടേസ്റ്റ് അതിന്. അടിപൊളി. ഇതാണ് ഷോപ്പല്ലേ. നല്ല മീറ്റും ഒരു ജ്യൂസി ഫ്ലേവറും. വലിയ ഓവർ മസാല ഒന്നുമില്ല, സിമ്പിൾ മസാല. ഇഷ്ടപ്പെട്ടു. ഞാൻ ഒത്തിരി പേരെ കയ്യിൽ ഇത് കണ്ടായിരുന്നു കേട്ടോ ഇവിടെ. ഫൈനലി ഞാനും വാങ്ങിച്ചു. സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ അതിന് വേണ്ടി വാങ്ങിച്ചിട്ടുണ്ട്. നല്ല കാശുണ്ട്. നമ്മളെ സ്നേക്കിൻ്റെ തൊലി ഇണങ്ങിയിരിക്കും. ഇതിനെ ഒന്ന് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചാണ്. ഇപ്പോൾ ഒരെണ്ണത്തിന് 2 റിക്കറ്റാണ് പറഞ്ഞത്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് നമ്മളെ ചക്കച്ചോളം ഇണങ്ങിയിരിക്കുന്നത് മറക്കെ. ഇതിൻ്റെ തൊലി ഉണ്ടോ? പാമ്പിൻ്റെ തൊലി, പിടിക്കുന്ന പാമ്പിൻ്റെ തൊലി. ഇതാണ് സാധനം. ടേസ്റ്റ് ചെയ്ത് നോക്കാം. Both guys. ചക്ക കനച്ച എണ്ണയുടെ ചവ. കനച്ച എണ്ണയുടെ ചവ ഇല്ലേ? കനച്ച എണ്ണ മണം എനിക്ക് പറ്റുന്നില്ല. ഒരു കനച്ച എണ്ണയുടെ മണമാണെങ്കിലും ചെറിയ മധുരമൊക്കെ ഉണ്ട് കേട്ടോ. കഴിക്കാൻ പറ്റാതെയൊന്നുമില്ല, നമുക്ക് കഴിക്കാനൊക്കെ പറ്റും. കഴിച്ചുകൊണ്ടിരിക്കുമ്പം എന്തോ ഒരു ടേസ്റ്റ് ഉണ്ട്. ചാമ്പയ്ക്ക. ഇത് നമ്മുടെ നോർമൽ ചാമ്പയ്ക്ക. ഈ കുട്ടിക്ക് തിന്നാൻ കൊതിയായിട്ട് വാങ്ങിച്ചത്. വികാരം. വെള്ളം കയറി ചാമ്പയ്ക്ക് പോലെ കണ്ട നോക്കട്ടെ, ഞാൻ നോക്കട്ടെ. വികാരം. ചാമ്പയ്ക്ക മധുരമുണ്ട്. ഉപ്പിലിട്ടതിന് വരെ മധുരം ഉണ്ടോ മാരില്? കേരള, ഇന്ത്യ. നേരത്തെ നമ്മൾ ബീഫ് കഴിച്ചായിരുന്നു. ഇപ്പം തിരിച്ചു വന്നപ്പോൾ ലാമ്പിരിക്കുന്ന കണ്ടപ്പോഴത്തേനും കഴിക്കാനും പോകണം. ഞാൻ അതും വാങ്ങിച്ചിട്ടുണ്ട്. ഭയങ്കര ചൂട് കഴിച്ച് ഒന്ന് തണുത്തോട്ടെ. ആയിക്കോട്ടെ, വേണോ? ടേസ്റ്റ് വ്യത്യാസം. ചൂട് മക്കളെ. ടേസ്റ്റ് വ്യത്യാസം അല്ലേ? ഗൈസ്, നമ്മളിത് അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട്
വീണ്ടും തിരിച്ച് ട്വിൻ ടവറിലോട്ട് വന്നേക്കാണ്. ഇവിടുത്തെ രാത്രിയിലത്തെ വ്യൂ എന്ന് പറയുന്നത് അടിപൊളിയാണ്. സംഭവം നമ്മളവരുടെ ഉച്ചയ്ക്ക് കൊണ്ടുവന്ന് നെട്ടുച്ച വെയിൽ കൊണ്ട് നിർത്തിയിട്ട് പോയി. മുകളിലോട്ട് നോക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ലുക്ക് അറ്റ് ദാറ്റ്. ഇതൊരു വ്യൂ തന്നെയാണ് മക്കളെ. ഒരു വട്ടം പോയിട്ടുള്ളൂ. പണ്ട് ദുബായി പോയപ്പോഴത്തേനും അവിടെ ബുർജ് ഖലീഫയിൽ പോയപ്പോൾ സെയിം വൈബായിരുന്നു. ഇതേപോലെ താഴെ നിന്ന് കാണാനേ പറ്റുള്ളൂ. അതുപോലെ ഫീൽ ചെയ്തു. എന്ത് രസമാണ്, അടിപൊളി. അടിപൊളി. രാത്രി കാണാനാണ് അടിപൊളി. രാവിലെ നമുക്ക് ഈ സാധനം പറഞ്ഞാൽ ഒന്നും കാണാൻ പറ്റത്തില്ലായിരുന്നു. മീൻസ് മുകളിലോട്ട് നോക്കാൻ പോലും പറ്റില്ല. വെയിൽ കാരണം ബിൽഡിങ്ങിന്റെ ഹൈറ്റ് നമുക്ക് ഫുള്ള് അറിയാൻ പറ്റില്ല. പക്ഷേ അത്യാവശ്യം ഫോട്ടോ ഒക്കെ എടുത്തു. പക്ഷേ രാത്രിയിലത്തെ ഒരു വ്യൂ കൂടെ കാണാൻ വേണ്ടിട്ട് നമ്മൾ ഈ സമയത്ത് വന്നത്. അടിപൊളി. യു പീപ്പിൾ ആർ ട്വിന്നിങ്. So you guys travel with your friends? Yeah, we want. Oh. Okay, bye. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു. ഇനി നേരെ ഒരു മസാജ് സെൻ്ററിലോട്ടാണ് നമ്മൾ പോകുന്നത്. ആ ഒരു ഏരിയയിലോട്ട്. ആ ഏരിയ പോയിട്ട് നല്ലൊരു സ്ഥലം നോക്കിയിട്ട് ഫുഡ് മസാജ് ചെയ്യണമെന്നുണ്ട്. അത് കുറേ നാളത്തെ എൻ്റെ ആശയുടെ ഒരു ആഗ്രഹമായിരുന്നു. ഷിജോയ്ക്കുണ്ട്. എന്തുവാ മസാജ് ആഗ്രഹം അല്ലേ? നമ്മൾ തായ്ലൻഡ് മസാജസ് ഒക്കെയാണ് ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെയും ഇങ്ങനെ അടുത്തടുത്ത് ഒരുപാട് മസാജ് സെന്റേഴ്സ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ മണിയായി കേട്ടോ. ഇവിടുത്തെ തിരക്കൊക്കെ മാറിയിട്ടുണ്ട്. ക്ലോസ് ആയിട്ടുണ്ട്. നമ്മളിവിടെ തിരക്കില്ലാത്ത സമയത്ത് വന്നു. ഭയങ്കര റഷായിട്ട് എക്സ്ക്യൂസ് മീ മാഡം, ഒരുപാട് നടക്കാനുണ്ടെങ്കിൽ ഹീൽസ് കൊണ്ട് വരരുത്. നാളെ നമുക്ക് ഫോട്ടോക്ക് സ്റ്റൈലായിട്ട് നിൽക്കണ്ടേ? അതുകൊണ്ട് ഇങ്ങനെ ചെരുപ്പില്ലാതെ പോവാം. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഒരുവിധമുള്ള എല്ലാം ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു കറി, ഏത് കറി വാങ്ങിച്ചാൽ പോലും അതിൽ മധുരമുണ്ട്. ഇപ്പം നമ്മളൊരു മട്ടൻ കറി വാങ്ങിച്ച് അതിലും മധുരം. മധുരം ഇല്ലാത്ത കറികളൊന്നുമില്ല. മീൻ കറി വാങ്ങിച്ചാൽ അതിലും മധുരം. അങ്ങനെയാണ് ഇവിടുത്തെ കറികളുടെയൊക്കെ അവസ്ഥ. പിന്നെ മസാജ് ചെയ്തു. അവിടുത്തെ പാർട്ടി സ്പോട്ടിലൊക്കെ പോയി അടിപൊളിയായിരുന്നു. ഒരു DJ പബ് പോയി അടിപൊളിയായിരുന്നു. നമ്മുടെ പരിപാടിയൊക്കെ ഇന്നത്തെ കഴിഞ്ഞില്ലേ? ഇപ്പം 2:30 ഇനി നേരെ റൂമിൽ പോവുകയാണ്. 2:30 ഏകദേശം 3 മണിയായി ഇപ്പോൾ. ഇനി അപ്പം നേരെ റൂമിൽ പോവുക, കിടന്നുറങ്ങുക, അത്രയേ ഉള്ളൂ. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. Until then, take care and bye bye.